അല്ല, അപ്പോൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരന്തം ഉണ്ടായപ്പോൾ അവിടെ ആദ്യത്തെ സെക്കൻഡ് മുതൽ നമ്മൾ സജീവമായി എന്നുള്ളത്. അപ്പൊ വൈറ്റ് ഗാർഡിന്റെ ഇടപെടലുകൾ, അതിന്റെ ഭക്ഷണം മുടക്കാനുള്ള ശ്രമം ആദ്യം നടക്കുന്നു. അതിനുശേഷം ഉണ്ടായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അവിടെ ഇപ്പോൾ ഗവൺമെന്റ് പൈസ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ 15,000 രൂപ വീതം ഈ 691 കുടുംബങ്ങൾക്ക് കൊടുത്തു, ഗവൺമെന്റ് ലിസ്റ്റിലുള്ള കുടുംബങ്ങൾക്ക്. അതുപോലെ തന്നെ 57 വ്യാപാരികൾക്ക് 50,000 രൂപ കൊടുത്തു. അതുപോലെ തന്നെ ഓട്ടോറിക്ഷകൾ, ജീപ്പുകൾ, സ്കൂട്ടറുകൾ, പിന്നെ കഴിഞ്ഞ റമദാനിലാണ് ഭക്ഷ്യക്കിറ്റുകൾ കൊടുത്തത്. ഇതൊക്കെ ഈ 38 കോടിയിൽ നിന്നാണ് മനസ്സിലാക്കണം. ആ പൈസയിൽ തന്നെയാണ് നമ്മൾ സ്ഥലം വാങ്ങുന്നത്. ഭൂമി വാങ്ങാനും നല്ല സ്പെൻഡ് ചെയ്തു. കാരണം എല്ലാം ലീഗലായിട്ട് ചെയ്തു. ലക്ഷക്കണക്കിന് ഉറുപ്പ്യ വിലയുള്ള സ്ഥലം, കണ്ണായ സ്ഥലം, അത് ആർക്കും അഭിമാനത്തോടുകൂടെ അവിടെ താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം, അത് ലീഗലായിട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് ബാധ്യതകൾ വന്നു. അവിടെ തന്നെ അതേ പൈസ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇനി വീടുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ വളരെ പരിമിതമായ ഫണ്ടും വലിയൊരു ബാധ്യതയാണ് മുസ്ലിം ലീഗിന്റെ മുമ്പിലുള്ളത്. എന്നാൽ ഭീമമായൊരു സംഖ്യ കയ്യിലുണ്ടായിട്ട് പോലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടപരിഹാരം കൃത്യമായിട്ട് കൊടുക്കാൻ, അതല്ലെങ്കിൽ അവർക്ക് വാടക കൊടുക്കാൻ, വാടക കിട്ടാതെ സമരം ചെയ്യേണ്ടി വന്നു അവിടുത്തെ ഇരകൾക്ക്. ആയിരക്കണക്കിന് കോടി രൂപ കയ്യിലുണ്ടായിട്ട്. അവിടെയാണ് മുസ്ലിം ലീഗിന്റെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായത്. തീർച്ചയായും, അതായത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പൊളിറ്റിക്കൽ ടൂളായിട്ട് തന്നെ അവരെടുക്കും. പക്ഷേ ഒരു വർഷത്തിലേറെ കഴിഞ്ഞിട്ടും സർക്കാരിന് ഒരു വീട് പോലും കൃത്യമായിട്ട് കൈമാറാനോ അതല്ലെങ്കിൽ അതിന്റെ പുനരധിവാസം കൃത്യമായിട്ട് നടപ്പിലാക്കാനോ സാധിച്ചില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതായത് എല്ലാ സജ്ജീകരണങ്ങളും സമ്പത്തും കൈവശമുണ്ടായിട്ടുള്ള ഒരു സർക്കാർ. ആ സർക്കാരാണ് സ്വന്തമായി ULCC ഉണ്ട്. അതെ, ആ സർക്കാരാണ് ഇതൊന്നുമില്ലാത്ത ഒരു പാർട്ടിക്കെതിരെ ഈ വിഷയത്തിൽ അനാവശ്യമായിട്ട് ഇടപെടലുകൾ നടത്തി അതിനെ മുടക്കാൻ നോക്കുന്നു. ഇനിയിപ്പോൾ അതിലെ കുറ്റങ്ങൾ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് നോക്കുകയാണ്, ഇതിൽ എന്തൊക്കെ കുറവുകളുണ്ട്, കുറ്റങ്ങളുണ്ട്. പിന്നെ ആരോ പണ്ട് പറഞ്ഞ പോലെ ആണി തൂക്കാൻ, അല്ല മറ്റേ കലണ്ടർ തൂക്കാനുള്ള ആണി ഇല്ല എന്നൊക്കെ പറഞ്ഞ പോലെ, വീടുണ്ടാക്കി പക്ഷെ ആണി വെച്ചില്ല എന്നൊക്കെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. ക്രൗഡ് ഫണ്ടിങ് മുതൽ അതിന്റെ 1-ാം തീയതി മുതലുള്ള എല്ലാ വർക്കുകളും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും സുതാര്യമായിട്ടുമാണ്. ഇപ്പോൾ ആപ്പ് വഴി പിരിച്ചു, ആപ്പ് വഴി തന്നെ അതിന്റെ ചെലവുകൾ കാണിക്കുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി അങ്ങനെ ചെയ്യുന്നുണ്ടാവില്ല. അപ്പം അത്രയും സുതാര്യമായിട്ട്. ഇപ്പോൾ ഇതിൽ കെട്ടി ജലീൽ പല സാധനങ്ങൾ പുറത്തേക്ക് ഇടുന്നുണ്ട്, എന്തോ കണ്ടെത്തി എന്നുള്ള രൂപത്തിൽ. ഈ കണ്ടെത്തലുകളൊക്കെ ആപ്പിൽ വളരെയധികം സുതാര്യമായിട്ടുള്ള സാധനങ്ങൾ, പബ്ലിഷ് ചെയ്ത സാധനങ്ങളാണ്. അപ്പോൾ സ്ഥലത്തിന്റെ വില ഉൾപ്പെടെയുള്ള അതിന് ടാക്സ് എത്ര കൊടുത്തു, ഇങ്ങനെയുള്ള എല്ലാ സംഗതികളും സുതാര്യമായിട്ടാണ് ചെയ്യുന്നത്. സുതാര്യമായിട്ടുള്ളൊരു ഫണ്ട് കളക്ഷൻ നടത്തി സുതാര്യമായി അതിന്റെ ചെലവുകൾ അവതരിപ്പിക്കുന്നു. വളരെ സുതാര്യമായിട്ട് തന്നെ അത് ഈ സാധുക്കൾക്ക് സമർപ്പിക്കാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് പാർട്ടിയുടെ ഒരു വിശ്വാസം.